അപ്പൊ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. വളരെ ക്വിക്കായിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിരിക്കും. കാരണം ഞാൻ ഓൾറെഡി ആ പരിപാടിക്ക് പോകാൻ ലേറ്റ് ആണ്. ഓക്കെ, പക്ഷെ എന്തായാലും ഈ ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരുപാട് പേര് എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു, ആദിത്യന് എന്ത് ചെയ്യും, ആദിത്യനെ ഒരുപാട് വഴക്ക് പറഞ്ഞല്ലോ, ആദിത്യനെ ഇറക്കി വിട്ടോ. ആദിത്യന് ഇവിടെ പോയിട്ടില്ല, ആദിത്യന് ഇവിടെ തന്നെയുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ അത്ര സ്പിരിച്വൽ ആയിട്ടുള്ള ആളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സ്പിരിച്വലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദിത്യനെ എവിടെയും വിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. എന്തായാലും ഞാനിവിടെ കുറച്ച് നാളല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ ആദ്യത്തെ സ്റ്റേ ചെയ്യട്ടെ എന്ന് ഞാനങ്ങ് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഭയങ്കര ക്വിക്കായിരിക്കും. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിസപ്ഷൻ ആണ് കേട്ടോ ഇത്. ഞാനൊരു ബേസിക് മേക്കപ്പ് ഒക്കെ കൊടുക്കാന്നാണ് അതുകൊണ്ട് വിചാരിക്കുന്നത്. ഓക്കെ, പാർട്ടിക്ക് പോവാണോ? പാർട്ടി അല്ല, റിസപ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാനൊരു ബ്ലാക്ക് ബോഡിക്കോൺ ആയിരിക്കും. ഡ്രോപ്പ് ചെയ്യാം? വേണ്ട, ഞാൻ ക്യാബ് വിളിച്ചോളാം. ഓക്കെ, ഒരു ബേസിക് മേക്കപ്പ്. ഓക്കെ, ഇപ്പൊ തന്നെ ഞാൻ ലേറ്റ് ആണ് ഗൈസ്. എവിടെ വെച്ചിട്ടാ റിസപ്ഷൻ? ഗ്രാൻഡ് സ്ക്വയറിൽ വെച്ചിട്ട്. ഓക്കെ ഗൈസ്, ഞാൻ പറയാൻ മറന്നു, ഗ്രാൻഡ് സ്ക്വയറിൽ വെച്ചിട്ടായിരിക്കും കേട്ടോ ഫംഗ്ഷൻ നടക്കുക. എന്റെ ഫ്രണ്ട്സ് ഗ്രാൻഡ് സ്ക്വയറിൽ വെച്ചിട്ടാണല്ലേ? അപ്പൊ ഫുഡൊക്കെ നൈസ് ആവും അല്ലേ? അതെ, നല്ല ഫുഡൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കീ പുറത്ത് പൂച്ചട്ടിയില് വെച്ചേക്കാവേ. അതെന്താ? ആദ്യത്തിന് എവിടെ പോവാ? ഞാനും ഒരു ഫ്രണ്ടിന്റെ റൂമിലോട്ട് പോകും. ആദ്യത്തിനപ്പ നൈറ്റ് ഉണ്ടാവില്ലേ? ഇല്ല, ഞാൻ നൈറ്റ് ഉണ്ടാവില്ല. എന്തിനാണ് ആദിത്യന് ഈ നൈറ്റ്? ആദിത്യനോട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാലോ, എന്തിനാണ് ഈ നൈറ്റിലൊക്കെ പുറത്തിറങ്ങിയിട്ട്? ഭയങ്കര കംഫർട്ടബിൾ അല്ലേ നമ്മള്, അല്ലേ? പക്ഷെ ഞാനിവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കണ്ടേ. ഒരു കാര്യം ചെയ്യാ, ആദിത്യന് എന്നെ ഡ്രോപ്പ് ചെയ്യാ. ആദിത്യൻ എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ, ആദിത്യൻ എന്നെ ഡ്രോപ്പ് ചെയ്യാ. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വന്നോട്ടെ? ശരി. അപ്പൊ ഇതാണ് കേട്ടോ ഗൈസ് എന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഗൈസ്, ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഈ ഗോർജിയസ് ആയിട്ടുള്ള ബോഡിക്കോൺ H&M എന്നാണ് കേട്ടോ. ഗൈസ്, ഈ ഗോർജിയസ് ആയിട്ടുള്ള ഷർട്ട് സ്റ്റുഡിയോ ആണ്. പിന്നെ ഞാന് 2 കുട്ടി ഇയറിംഗ്സും കൂടി കൊടുത്തിട്ടുണ്ട്. നോക്ക് ഗൈസ്, ഞാനൊരു നൈക്കിയുടെ സ്നീക്കർ കൂടെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ആൻഡ് ദിസ് സ്നീക്കർ ഈസ് ഫ്രം ദുബായ്. എന്റെ കസിൻ മേടിച്ചതാണ്. പിന്നെ എന്റെ ക്യൂട്ട് കാസിയോ. കാസിയോ ഇല്ലാണ്ട് ഫംഗ്ഷൻ ഇല്ല ഗൈസ്. എന്റെ കയ്യിലും ഉണ്ട് ഗൈസ് കാസിയോ. ഓക്കെ, അപ്പൊ നമ്മള് ഭയങ്കര ലേറ്റ് ആണ് ഗൈസ്. ഓൾറെഡി നമ്മള് ഫംഗ്ഷൻ ഭയങ്കര ലേറ്റ് ആണ്. അപ്പൊ ഞാൻ എന്തായാലും റിസപ്ഷന്റെ ബാക്കി വിശേഷങ്ങൾ വന്നിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ.